അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഇന്ന് മഞ്ഞപ്പൊടി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുള്ള ആൾക്കാർക്കൊക്കെ അറിയണതാണ്. അപ്പോൾ അറിയണവരൊപ്പം അറിയാത്തവർക്കും ഇതൊരു അറിവാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ മഞ്ഞൾ കണ്ട അത് ഞാൻ പറിച്ച് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. 2-3 പ്രാവശ്യമൊക്കെ കഴുകി ഇനി ഇത് തിളപ്പിക്കണം. ഇതാ മഞ്ഞൾ ഞാൻ തിളപ്പിച്ചു, അടപ്പത്ത് വെച്ച് പുഴുങ്ങി. ഇനി അത് വെള്ളം കളയാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഇത് കീറണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ. ഈ മഞ്ഞൾ ഇനി പുഴുങ്ങിയിട്ട് ഇതാദ്യം ഞാൻ കീറാനത് എന്താണെന്ന് അറിയാം, ഇതിൻ്റെ കളറ് പോവും. അതാണിത് കഴുകി നാരൊക്കെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ പുഴുങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി ഇത് കീറാൻ. നടു കീറിയിട്ട് വേണം ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കാൻ. ഭയങ്കര ചൂടാണ്. ഇപ്പൊക്കെ വെള്ളമൊക്കെ വാർന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനിത് കീറി. കണ്ട നടു കീറിയുള്ളതും കണ്ട. കയ്യുമ്മ കളറാവാതിരിക്കാനാണ് ഞാൻ കവറിട്ടേക്കുന്നത്. ഇത് നല്ലൊരു സൗന്ദര്യ വസ്തു കേട്ടോ. ഇത് കണ്ട, ഇതിങ്ങനെ ഇനി മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിലേ സൗന്ദര്യം വർദ്ധിക്കും. ഒക്കെ നടു കീറി കളറ് കണ്ട. ഇനി ഇതിങ്ങനെ ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മായം ചേർക്കാത്ത പൊടി നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ വാങ്ങണ പൊടിയിൽ മുഴുവനും മായം ചേർത്തതാണ്. ഒറിജിനൽ മഞ്ഞൾ ഇതാണ് കണ്ട. ഇനി ഞാനത് വെയിലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് ഉണക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വെയിലത്ത് കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിലിട്ട് നിരത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇനി ഇത് ഉണക്കിയിട്ട് പൊടിക്കുക. എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുക. ഓക്കേ.